നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേരളത്തിലേക്ക് രാസലഹരി കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. യുവതി ഉൾപ്പെടെ 2 പേരെ ബംഗളൂരുവിൽ നിന്നാണ് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത്. ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി സ്വദേശിയായ 65-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം. കുണ്ടറ എഴുകോണിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന ഫ്ലെക്സ് വെച്ച് പ്രവർത്തകർ. പുനലൂരിൽ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിന് മുകളിൽ 6 മാസത്തെ മുഖ്യമന്ത്രി എന്ന് എഴുതിയൊട്ടിച്ച് പ്രവർത്തകർ. അഭയകേന്ദ്രത്തിന്റെ മകൾ ഇനി ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് എസ് സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹം സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് എസ് സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലേക്ക് രാസലഹരി കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശി അദ്വൈത, കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി മുഹമ്മദ് സിജാഹ് എന്നിവരാണ് ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശാസ്താംകോട്ട ICS ജംഗ്ഷനിൽ നിന്നും MDMA പിടികൂടിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാനികളെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരിയിൽ 23 ഗ്രാം MDMAയുമായി ICS ജംഗ്ഷനിൽ നിന്നും യുവതിയെ പിടികൂടിയിരുന്നു. ഈ കേസിൽ 2ാം പ്രതിയായ ഷംനാദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബംഗളൂരുവിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഷംനാദിന് MDMA കൈമാറിയ സംഘത്തിലെ 3 പേരെ പിടികൂടിയിരുന്നു. പിടികൂടിയവരിൽ 2 പേർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളും ഒരാൾ കർണാടക ഷിമോഗ സ്വദേശിയുമായിരുന്നു. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കയറ്റി അയക്കുന്ന സംഘത്തിലെ അംഗങ്ങൾ പിടിയിലായത്. കൊല്ലം മുണ്ടയ്ക്കൽ അദ്വൈതം വീട്ടിൽ 27 വയസ്സുള്ള അദ്വൈത, കണ്ണൂർ പറശ്ശിനിക്കടവ് സൽവ മൻസിലിൽ മുഹമ്മദ് സിജാഹ് എന്നിവരാണ് പിടിയിലായത്. കേരളത്തിലേക്ക് ഇവർ വർഷങ്ങളായി വൻതോതിൽ രാസലഹരി കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. സിജാഹിനെ മുൻപും പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. സിജാഹ് 3ഓളം NDPS കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂര് ഇരിട്ടിയിൽ MDMA എക്സൈസ് പിടികൂടിയ കേസിലും സിജാഹിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ റേഡിയോളജി പഠനത്തിന് പോയതാണ് അദ്വൈത. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിൽ ശാസ്താംകോട്ട DYSP പ്രസാദ് ശാസ്താംകോട്ട, SHO മൃദുൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ SI ശരത് KP, ASI ബിജു KR, CPOമാരായ അഖിൽ ചന്ദ്രൻ, ഫൈസൽ, വിപിൻ കുമാർ, വനിതാ CPO അഞ്ജു എന്നിവർ ചേർന്നാണ് വ്യാജപ്പേരിൽ ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്ന പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂരിൽ പോസ്റ്റർ യുദ്ധം. കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിന് മുകളിൽ 6 മാസത്തെ മുഖ്യമന്ത്രി എന്ന് എഴുതിയൊട്ടിച്ച് പ്രവർത്തകർ. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ അല്ലമീൻ ജ്വല്ലറിക്ക് സമീപമാണ് വിവാദമായ ഫ്ലെക്സ് ബോർഡ്. കെ.സി. വേണുഗോപാലിനെ അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിന് മുകളിലാണ് 6 മാസത്തെ മുഖ്യമന്ത്രി എന്നെഴുതിയ കടലാസ് പതിച്ചത്. വി.ഡി. സതീശൻ അനുകൂലികളാണ് കടലാസ് പതിപ്പിച്ചതെന്ന് ആക്ഷേപമുണ്ട്. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ അല്ലമീൻ ജ്വല്ലറിക്ക് സമീപമാണ് വിവാദമായ ഫ്ലെക്സ് ബോർഡ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന ആഹ്വാനവുമായി സ്ഥാപിച്ച ബോർഡിന് മുകളിലാണ് രാത്രിയുടെ മറവിൽ 6 മാസത്തെ മുഖ്യമന്ത്രി എന്നെഴുതിയ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് പുനലൂരിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്ക്. റിട്ടയർഡ് KSRTC ജീവനക്കാരനായ അഞ്ചൽ കുരുവിക്കോണം സ്വദേശി രാജേന്ദ്രനാണ് പരിക്കേറ്റത്. അഞ്ചൽ പുനലൂർ റോഡിൽ അഗസ്ത്യകോട് ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. കൊല്ലം അഞ്ചലിലാണ് സംഭവം.
സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. റിട്ടയർഡ് KSRTC ജീവനക്കാരനായ അഞ്ചൽ കുരുവിക്കോണം സ്വദേശി രാജേന്ദ്രനാണ് പരിക്കേറ്റത്. അഞ്ചൽ പുനലൂർ റോഡിൽ അഗസ്ത്യക്കോട് ഗുരുമന്ദിരത്തിന് സമീപം പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. അഞ്ചലിൽ നിന്നും പുനലൂരിലേക്ക് പോയ കാർ കുരുവിക്കോണത്ത് നിന്നും അഞ്ചലിലേക്ക് വന്ന സ്കൂട്ടറിലേക്കാണ് ഇടിച്ചു കയറിയത്. പത്തനാപുരം കറവൂർ സ്വദേശി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ രാജേന്ദ്രനെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിക്ക് ഗുരുതരമായതിനാൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. VD സതീശൻ അനുകൂലികൾ കായംകുളത്ത് പ്രകടനം നടത്തി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് VD സതീശൻ അനുകൂലികൾ കായംകുളത്ത് പ്രകടനം നടത്തിയത്. VD സതീശന് അഭിവാദ്യമർപ്പിച്ചായിരുന്നു പ്രകടനം. INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്നാൻ ചാഗയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന ഫ്ലെക്സ് വെച്ച് പ്രവർത്തകർ. കുണ്ടറ എഴുകോൺ മണ്ഡലം അമ്പലത്തുംകാല 108 ബൂത്തംഗങ്ങളാണ് VD സതീശന് അനുകൂലമായി മുഖ്യമന്ത്രിയാകണമെന്ന ഫ്ലെക്സ് സ്ഥാപിച്ചത്. എഴുകോൺ മണ്ഡലം അമ്പലത്തുംകാല 108 ബൂത്തംഗങ്ങളാണ് VD സതീശന് അനുകൂലമായി മുഖ്യമന്ത്രിയാകണമെന്ന ഫ്ലെക്സ് സ്ഥാപിച്ച് പിന്തുണയറിയിച്ചത്. കൂട്ടമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിൽ ഫ്ലെക്സ് വെച്ച ശേഷം മുദ്രാവാക്യം വിളിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷാജി അമ്പലത്തുംകാല, ബൂത്ത് പ്രസിഡന്റ് അലക്സ് പേട്ടവിള, വാർഡ് പ്രസിഡന്റ് KY സണ്ണി, മുതിർന്ന നേതാവായ മാത്യു ഉമ്മൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അമ്പലത്തുംകാല ബൂത്ത് കമ്മിറ്റിയുടെ തീരുമാനവും ജനവികാരവും ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ഈ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച VD സതീശനാണ്. അതുകൊണ്ട് VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എഴുകോൺ മണ്ഡലത്തിലെ അമ്പലത്തുംകാല ബൂത്ത് കമ്മിറ്റി 108 അംഗ ബൂത്ത് കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തകരും ഒന്നടങ്കമുള്ള ഒരു അഭിപ്രായമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു വികാരമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും, അതായത് 140 മണ്ഡലങ്ങളും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വോട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് ശ്രീ VD സതീശൻ. എല്ലാ മത നേതാക്കന്മാര് എന്ത് പറഞ്ഞെങ്കിലും അവരെയെല്ലാം ഒരു ജാതീയ സ്പർദ്ധയോ ഒന്നുമില്ലാതാണ് ആ കക്ഷി. എല്ലാരും ചീത്ത വിളിച്ചാലൊന്നും പുഞ്ചിരിയോടുകൂടെ സ്നേഹിച്ച് സൗഹൃദം വീക്ഷിച്ചാണ് ഈ 140 നിയോജക മണ്ഡലങ്ങളിലും 102 UDF സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാൻ ആ പുള്ളിക്ക് കഴിഞ്ഞുവെങ്കിൽ ആ CM-ന്റെ കസേരയ്ക്ക് യോഗ്യൻ ശ്രീ VD സതീശൻ തന്നെയാണ് ആണയിട്ട് പറയുന്നത്. 101% ആണയിട്ട് പറയുന്നു. കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇതോടൊപ്പം കേരളത്തോടൊപ്പം മറ്റ് ജില്ലകളിലും ഇലക്ഷൻ നടന്നു. എത്ര സ്ഥാനാർത്ഥികളെ അവർ ജയിപ്പിച്ചെന്നിവിടെ കാണിച്ചിട്ട് വേണം ഇവിടെ വന്ന് കസേരയ്ക്ക് വടംവലി കൂടാൻ. അതുപോലെ രമേശ് ചെന്നിത്തലയിൽ നമ്മൾ താഴ്ത്തി പറയുകയല്ല. പുള്ളി നല്ലൊരു സീനിയറായ ഒരു പ്രവർത്തകനാണ്. ആഭ്യന്തര മന്ത്രിയായിട്ടൊക്കെ ഇരുന്നത് അതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. എന്തായാലും പുള്ളി 5 വർഷം പ്രതിപക്ഷത്തായിരുന്നു. എന്നിട്ട് 43 സീറ്റാണ് അതിനുശേഷം 5 വർഷം ലഭിച്ചത്. അതിനുശേഷമാണ് ACC തീരുമാനമെടുത്തത് പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ വരട്ടെ എന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളാണ്. ആ പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണം. പുള്ളി വന്നതിന് ശേഷമാണ് കോൺഗ്രസ് ഉണർന്നത്. അതുകൊണ്ട് പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പന്മനയിൽ പ്രകടനം നടത്തി. ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇടപ്പള്ളിക്കോട്ടയിൽ സമാപിച്ചു. പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകെ നയിച്ചവനെ നേതാവേ
നെഞ്ചിലെ റോസാപ്പൂവേ അങ്ങ് നയിക്കൂ കേരളമാകെ അങ്ങ് നയിക്കൂ ഞങ്ങളുടെ ഓമന നേതാവേ ധീരതയോട് നയിച്ചോളൂ ഒറ്റക്കെട്ട പിന്നാലെ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്മനയിൽ പ്രകടനം സംഘടിപ്പിച്ചത്. ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇടപ്പള്ളിക്കോട്ടയിൽ സമാപിച്ചു. 5 വർഷം കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുകയും കെട്ടുറപ്പുള്ള പ്രവർത്തനത്തിലൂടെ 102 സീറ്റ് നേടിക്കൊടുക്കുകയും ചെയ്ത വി ഡി സതീശനാണ് മുഖ്യമന്ത്രിക്ക് അർഹനെന്ന് പ്രവർത്തകർ പറഞ്ഞു. പന്മന ബ്ലോക്ക് പ്രസിഡന്റ് ജയകുമാർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത്, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ പുതുക്കുളം, സീമ തങ്കച്ചി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി, RK കിഴക്കിടം, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും നിരവധി പ്രവർത്തകരും പ്രകടനത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ചവറ. മുഖ്യമന്ത്രിക്കായി അവകാശവാദം ഉന്നയിച്ച് കരുനാഗപ്പള്ളിയിലും പോസ്റ്റർ. കരുനാഗപ്പള്ളി കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിൽ വി ഡി സതീശൻ അനുകൂല പോസ്റ്ററും ഒപ്പം KC വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചും പോസ്റ്റർ ഉയർന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിലാണ് ഇരു പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത്. വി ഡി സതീശനും KC വേണുഗോപാലിനും അഭിവാദ്യം അർപ്പിക്കുന്ന രീതിയിലാണ് പോസ്റ്റർ. പട നയിച്ചവൻ നാട് നയിക്കട്ടെ, നിലപാടുകളുടെ ജനനായകന് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ കോൺഗ്രസ് കൂട്ടായ്മ കരുനാഗപ്പള്ളിയാണ് പോസ്റ്റർ സ്ഥാപിച്ചത്. എന്നാൽ KC വേണുഗോപാലിന്റെ പോസ്റ്ററിൽ പേരില്ല. മറിച്ച് ഹരിത MLA-മാരുടെ പേര് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ ചതിച്ചവർ മാറി നിൽക്കട്ടെ, ചേർത്തു നിർത്തുന്നവർ നയിക്കട്ടെ എന്ന പേരിലാണ് KCയുടെ പോസ്റ്റർ ഉയർന്നത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ചർച്ച ചൂടുപിടിക്കുന്നതിനിടെയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പലയിടത്തും പ്രകടനവും നടന്നു വരുന്നു. വെള്ളിയാഴ്ച രാവിലെ കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിലാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതി സഹായം തേടുന്നു. ഏരൂർ ആർച്ചൽ സ്വദേശിനി ഐശ്വര്യയാണ് സഹായം തേടുന്നത്. കഴിഞ്ഞ 7 മാസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐശ്വര്യ. മകളുടെ ചികിത്സയ്ക്ക് ഞങ്ങൾ 3-4 ആശുപത്രി കയറി അതെല്ലാം വിറ്റു. അവളെ ഇത്രയും നാൾ 6 മാസത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട് തുടർ ചികിത്സയ്ക്ക് ഒരു മാറ്റി വെക്കലാണ് ഏക പോകുമ്പോഴേ. അതിന് നല്ലവരായ ആൾക്കാരുടെ സഹായം തേടുന്നു. ഒരു 75 ലക്ഷം രൂപയോളം ചിലവാകുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏരൂർ ചിത്തിര വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 27 വയസ്സുള്ള ഐശ്വര്യയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായി രക്താർബുദം ബാധിച്ച് ഐശ്വര്യ ചികിത്സയിലാണ്. 7 മാസം കൊണ്ട് ബ്ലഡ് ക്യാൻസർ, അതായത് AML എന്ന് പറഞ്ഞ അസുഖമാണ്. ഞാൻ ഏകദേശം ഈ 7 മാസത്തിന് മുന്നേ പനിയിലായി ഈ അസുഖം തുടങ്ങുന്നത്. അത് 1 മാസത്തോളം ട്രീറ്റ്മെന്റ്, അസുഖം എന്താണെന്ന് അറിയാതെ ഞങ്ങൾ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടു നടന്നു. പനിയാണായിരുന്നു. ആ പനിയിലാണെങ്കിൽ എനിക്ക് തലയിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഈ പനി വരുന്നത് തലയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ ആണെന്ന് വിചാരിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭാഗമായിട്ട് ആദ്യം നടുവിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തുള്ള ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിലാണെങ്കിൽ ഇതല്ലെന്നുള്ളത് കണ്ടുപിടിച്ച് പിന്നെ ഉടനെ തന്നെ പെറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുമായിരുന്നു. അതൊക്കെ ചെയ്യുന്നത് നമ്മളെ എറണാകുളത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ അവിടെ വെച്ച് പെറ്റിൻ്റെ സ്കാൻ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇതുപോലെ ബ്ലഡിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നു. അതിൽ നിന്ന് പിന്നെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് ഞങ്ങൾ ഏകദേശം അവിടെ ഒരു 40-45 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അവസാനം ട്രാൻസ്പ്ലാന്റേഷനാണ് അവിടെയും പറഞ്ഞത്. ഏകദേശം 3% ക്യാൻസർ എനിക്ക് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നതായിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ബോൺമാരോടെ ടെസ്റ്റിലൂടെ അറിയുന്നത്. ഐശ്വര്യയുടെ മജ്ജ മാറ്റിവെക്കുന്നതിനായി 75 ലക്ഷം രൂപ സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചികിത്സാ ധനസഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഐശ്വര്യ ഇപ്പോൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും ഐശ്വര്യയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളായ എല്ലാവരുടെയും സഹായം വേണമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം T അജയനും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K അനുമോനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. സംഭവത്തിൽ രണ്ടാനച്ഛനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിന് കൈമാറി. ഞാൻ കാപ്പി വാങ്ങാൻ പോയിരുന്നു. കാപ്പി വാങ്ങിയിട്ട് അവിടെ എന്നെ അടിക്കാൻ നിൽക്കുന്നു. പെട്ടെന്ന് കൈയും ചുരുട്ടിയിട്ട് എന്നെ എൻ്റെ പുറത്തൂടെ വന്ന് വീണിട്ട് തറയിട്ടിട്ട് അടിച്ചു. ആ ചുണ്ടിലും കയ്യിലും. ആശുപത്രിയിൽ കഴിയുന്ന അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന കൗമാരക്കാരനായ മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. അമ്മയ്ക്കൊപ്പം കരവാളൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിക്കാണ് മർദ്ദനമേറ്റത്. രണ്ടാനച്ഛനും തിരുവനന്തപുരം സ്വദേശിയുമായ യുവാവിനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സ്റ്റീൽ പാത്രം കൊണ്ടുൾപ്പെടെ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് വാർഡിലുണ്ടായിരുന്നവർ പറയുന്നു. കുട്ടിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ നേരത്തെയും ഇയാൾ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിരന്തരം വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോവുകയും പിന്നീടെത്തി കുട്ടിയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും അമ്മ പറയുന്നു. ഇപ്പം ഞാൻ കാപ്പി മേടിക്കാൻ പോയതാണ്. കാപ്പി മേടിക്കാൻ പോകുമ്പോഴത്തേക്കും പാത്തിരുന്ന് അടിച്ചത് കൊച്ചി ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയി കൊച്ചിൻ്റെ തുണിയും ബാഗും എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ 12 മണിക്ക് എപ്പോഴോ വന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കൊച്ചിന് 4 മണിക്ക് ഇവിടുന്ന് കാപ്പിക്ക് ഇട്ടപ്പോഴത്തേക്കും ഇവ ഇവിടെ ഓടി വന്ന് കൊച്ചിനെ എൻ്റെ അടുക്ക കൊണ്ട് ഇട്ടപ്പോഴാണ് ഞാൻ അറിയണം ഇയാൾ വന്നിട്ടുണ്ടെന്ന്. ഇത് നിൻ്റെ മോനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞു, നിൻ്റെ മോനെ ഞാൻ കൊല്ലും, നിൻ്റെ മോനെ കൊന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇയാൾ കൊച്ചിനെ ഇവിടെ കൊണ്ടിറങ്ങി. ഈ ബാഗൊക്കെ കൊണ്ട് എല്ലാവരും കണ്ടുപിടിച്ച് ബാഗും കൊണ്ടിറങ്ങി. കൊച്ചിനെ കൊണ്ട് 9 മാസമായ കൊച്ചിനെ കൊണ്ട് എറിഞ്ഞിട്ട് ഇയാൾ പോയിട്ട് പിന്നെ ഞാൻ അറിയണം കൊച്ചിനെ അവിടെ അടിച്ച് നല്ല തൂക്കുപാത്രം വെച്ചാൽ കൊച്ചിനെ മൊത്തം അടിക്കുകയും ഇടിക്കുകയും അവനെ 2 കാലും കൂടെ പിടിച്ച് കൂട്ടി. ഇവിടെ കണ്ടവർ പറഞ്ഞ് എൻ്റെ കാലിനെ പിടിച്ച് കൂട്ടി ഇങ്ങനെ അടിക്കി വെച്ചിട്ട് അവനെ ഇടിക്കുകയും പാത്രത്തിൻ്റെ വെള്ളത്തൊക്കെ ഇടിക്കുകയും കവാടത്തിലൊക്കെ അടിച്ചെന്ന് അവർ പറഞ്ഞു. ഞാനൊന്നും കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മദേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. SN വനിതാ സമിതി പകൽവീടിന്റെ നേതൃത്വത്തിലാണ് കടപ്പാക്കടയിൽ മദേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചത്. ധനസഹായ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കൊല്ലം കടപ്പാക്കട SN വനിതാ സമിതി പകൽവീടിന്റെ മദേഴ്സ് ഡേ ആഘോഷമാണ് നടത്തിയത്. ആഘോഷത്തോടനുബന്ധിച്ച് 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് ധനസഹായം നൽകി. തുടർന്ന് പകൽവീടിലെ അമ്മമാരെ ആദരിച്ചു. പകൽവീട് ചെയർപേഴ്സൺ ശൈലജ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക ഉഷ രാജൻ നായർ അതിഥിയായി എത്തി. മദേഴ്സ് ഡേ ആശംസകൾ നൽകി. എല്ലാ ഭാഷയിലും ആ അമ്മയാണ് ആദ്യത്തെ അക്ഷരം. ശരീരവും സംസ്കാരവും തന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ്. അവരെ നാം എപ്പോഴും സ്മരിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും ആർദ്രമായ പാട്ട്, ആർദ്രമായ പാട്ട് താരാട്ട് പാട്ടാണ്. ആ പാട്ട് കണ്ടുപിടിച്ചത് ഫോണറ്റിക്സ്, സ്വരശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെയാണ്. സ്വരാക്ഷരം മാത്രം പാടിയാൽ നല്ലൊരു താരാട്ട് പാട്ടമാകുമോ? അല്ലേ? അതുപോലെ വ്യഞ്ജനാക്ഷരം മാത്രം പാടിയാലോ? അതിന്റെ ഇടയിലുള്ള രണ്ടിന്റെയും ഇടയിലുള്ള 4 അക്ഷരമാണ് യാ, രാ, ലാ, വാ. ഈ 4 അക്ഷരം കൊണ്ടാണ് നമ്മുടെ താരാട്ട് പാട്ടുകൾ. നമുക്ക് അമ്മമാർ തലമുറയായി തന്ന ഒരു പാട്ടാണ് താരാട്ട് പാട്ട്. പകൽവീട് കൺവീനർ ചിപ്പി ചന്ദ്രൻ നന്ദി പറഞ്ഞു. വീണ രവികുമാർ, ഡോക്ടർ റാണിധരൻ, സ്വപ്ന രാജു എന്നിവർ പങ്കെടുത്തു. സമിതി അംഗങ്ങളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി സ്വദേശിയായ 65-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. ആലപ്പുഴ ജില്ലയിലാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. കഞ്ഞിക്കുഴി സ്വദേശിയായ 65-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ വർഷം ആദ്യമായാണ് ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിക്കുന്നത്. ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് വെസ്റ്റ് നൈൽ പനി. ദേശാടന പക്ഷികളിൽ കാണുന്ന ഫ്ലാവി വൈറസ് ആണ് കൊതുക് കടിയിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്നത്. വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. കൊതുകുകൾ പരത്തുന്ന രോഗമായതിനാൽ രോഗപ്രതിരോധത്തിന്
കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ശുദ്ധജലത്തിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലും ക്യൂലെക്സ് കൊതുക് മുട്ടയിട്ട് പെരുകും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും വെള്ളം കെട്ടിനിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണം. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എന്നാൽ രോഗബാധയുണ്ടായ ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകാറില്ല. ചിലർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തേവലക്കര അരിനെല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിക്കാണ് മന്ദിരം നിർമ്മിച്ചത്. ആദരവ്, ഫോട്ടോ അനാച്ഛാദനം, സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. തേവലക്കര അരിനെല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിയുടെ ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP മന്ദിരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ ചില സാമൂഹ്യ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലെല്ലാം അതിന് പ്രസക്തി ഉണ്ടാകും. നമ്മൾ ജാതി മതത്തിന്റെ പേരുള്ള സംഘടനകളെല്ലാം തന്നെ ചില പങ്ക് സാമൂഹ്യ ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എല്ലാത്തിനും അതൊരു അവസാന വാക്കായി പല തലങ്ങളിലും മാറുന്ന സാഹചര്യം നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ വളരെ പ്രയാസത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വായനശാലയാണ് ഒരു നാട്ടിൽ ഇവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്, ഒരിക്കലും കെടാത്തൊരു വിളക്ക് പോലെയാണ് ഒരു വായനശാല എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഭാപ്രസരത്തിലാണ് നേരത്തെയൊക്കെ ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയൊരു പങ്ക് വഹിച്ചു കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ, നവോത്ഥാനത്തിലൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് പുതിയ രീതിയിൽ നവോത്ഥാന മുന്നേറ്റം സംഘടിപ്പിക്കേണ്ട ഒരു കാലമാണ്. നിങ്ങളെ എങ്ങനെയാണ് ഞാൻ പറയുന്ന വാക്കുകൾ എടുക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നും വലിപ്പച്ചെറുപ്പങ്ങൾ, സ്ഥാനമാനങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു ബോധമാണ് ശരിക്കും മാനവികത എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സംഘാടക സമിതി ചെയർമാൻ TA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ VK ദിനദേവ് സ്വാഗതം പറഞ്ഞു. മുല്ലക്കര രത്നാകരൻ അനുസ്മരണം നിർവഹിച്ചു. ഭാസ്കരൻ ഒരു സഖാവ് മാത്രമായിരുന്നില്ല, ഈ നാട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും സഹകരിക്കുകയും സംവദിക്കുകയും പരിഹാരം കാണാൻ യത്നിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു സർഗചേതനയുള്ള ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാല ഉണ്ടാകുമ്പോൾ അതൊരു സാംസ്കാരിക സംവിധാനം കൂടിയാണ്. അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വായനശാലകളും മാതൃകാ വായനശാലകളല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും മാതൃകാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യർ മാതൃകാ മനുഷ്യരല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളല്ല. അപ്പോൾ ചിലതെങ്കിലും മാതൃകയായി ഉണ്ടാവേണ്ടത് മറ്റുള്ളവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമായി ഉയർന്നു നിൽക്കും. ഡോക്ടർ സുജിത് വിജയൻപിള്ള ഫോട്ടോ അനാച്ഛാദനവും ഐഷിഹാബ് ലോഗോ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ് ആദരവും നിർവഹിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിൽ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M സലീം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, ഇപ്റ്റ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് PB ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയ്മോൻ അരിനെല്ലൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുമേഷ്, അഡ്വക്കേറ്റ് ബലദേവ്, കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറി സെക്രട്ടറി ജയരാജ് കല്ലുംപുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഭയകേന്ദ്രത്തിന്റെ മകൾ ഇനി ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് SS സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹമാണ് സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് SS സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഭോപ്പാൽ സ്വദേശിനിയായ മാനസിക നില തകരാറിലായ സ്ത്രീയെ മയ്യനാട് SS സമിതിയിൽ പോലീസ് എത്തിച്ചത്. കൊണ്ടുവരുമ്പോൾ തന്നെ പൂർണ്ണ ഗർഭിണിയായിരുന്നു സ്ത്രീ. ഇവിടെ എത്തി 12-ാം ദിവസം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് ആശമോൾ എന്ന പേരുമിട്ടു. ആ പെൺകുട്ടിയുടെ ബാല്യകാലവും കൗമാരവും SS സമിതിയിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. എൻ്റെ സാർവത്രിക സഹോദരി സമിതി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ ഈ കുഞ്ഞിൻ്റെ അമ്മ വരികയും അതിനുശേഷം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിക്കുകയും ചെയ്ത കുട്ടിയാണ്. അപ്പം അവിടെ തന്നെ പ്രസവിച്ച് വളർന്ന കുഞ്ഞാണ്. ഇപ്പോഴവൾ ഒരു സ്കൂളിലെ അധ്യാപികയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, സന്തോഷമായിട്ടൊക്കെ പോകുന്നു.
അവളുടെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. സമിതിയുടെ മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയർ മകളെ പോലെ വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് തല വിദ്യാഭ്യാസവും പൂർത്തീകരിച്ച ശേഷം TTC പഠനവും പൂർത്തീകരിച്ച് മയ്യനാട് കക്കോട്ടുമൂല സ്കൂളിൽ താൽക്കാലിക അധ്യാപികയുടെ ജോലി നേടിയെടുത്തു. തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ മാനസിക രോഗികളുടെയും ആലംബഹീനരുടെയും കൂടെ വളർന്ന അവൾക്ക് ഇന്ന് വിവാഹമാണ്. ഞാൻ അവിടെ വന്ന് ജനിച്ചേ. അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു വന്നപ്പം അവിടെ വന്നാ ജനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ സാറാ ഞങ്ങളെ വളർത്തിയ. ഞാനിപ്പം കാക്കോട്ടുമുല ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛന്റെ ആലോചന വരുന്നതും. കൊല്ലം പടപ്പക്കര ജിജോ ഭവനിൽ ജിജിൻ ജോസഫ് ആശമോളെ ഇന്ന് മിന്നുകെട്ടി സ്വന്തമാക്കി. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് അച്ചാച്ചൻ അവിടെ ഫുഡ് കൊടുക്കാൻ വന്നപ്പം എന്നെ പോലെ വേറൊരു ചേച്ചി അവിടെ നിന്നാണ് വളർന്നത്. അപ്പം റിലേറ്റീവ് അവിടെ ഇങ്ങനെ ഫുഡ് അങ്ങനെ കണ്ട് പരിചയച്ചെന്ന് ചോദിച്ചാണ്. സ്ഥിരമായി പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ട പരിചയമാണ് ജിജിൻ ജോസഫിന് ആശമോളെ സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നിയത്. പിന്നീട് വീട്ടുകാരോട് വിവരം പറഞ്ഞ ശേഷം വീട്ടുകാരുമൊത്ത് SS സമിതിയിലേക്ക് എത്തി. പെണ്ണു ചോദിച്ചു. തുടർന്ന് മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയറും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ജിജിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ജിജിന് ആശമോളെ നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ, സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ചാണ് വിവാഹം നടത്തിക്കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലേക്ക് രാസലഹരി കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. യുവതി ഉൾപ്പെടെ 2 പേരെ ബംഗളൂരുവിൽ നിന്നാണ് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത്. ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി സ്വദേശിയായ 65-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം. കുണ്ടറ എഴുകോണിൽ VD സതീശൻ മുഖ്യമന്ത്രി എന്ന ഫ്ലെക്സ് വെച്ച് പ്രവർത്തകർ. പുനലൂരിൽ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിന് മുകളിൽ 6 മാസത്തെ മുഖ്യമന്ത്രി എന്ന് എഴുതിയൊട്ടിച്ച് പ്രവർത്തകർ. അഭയകേന്ദ്രത്തിന്റെ മകൾ ഇനി ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് SS സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹം സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് SS സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.